റെയിൻബോ ലേണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ M.S. സ്വാമിനാഥൻ. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ പദാർത്ഥം ലൂസിഫറിൻ. തീ കെടുത്താൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. മലേറിയ പരത്തുന്ന ജീവി കൊതുക്. ആപ്പിളിലെ ആസിഡ് മാലിക് ആസിഡ്. ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 21. വൈദ്യുതിയുടെ ചാലകമായ അലോഹം ഗ്രാഫൈറ്റ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോട്ടയം. വാഹനങ്ങളിൽ റിയർ വ്യൂ ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. എല്ലാ ആസിഡിലുമുള്ള ആറ്റം ഹൈഡ്രജൻ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ. മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? നെല്ല്. ധവളപ്രകാശത്തിൽ എത്ര വർണ്ണങ്ങളാണുള്ളത്? 7. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടത്തുന്ന ജില്ല പാലക്കാട്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. പ്രകൃതിയിൽ കാണപ്പെടുന്നതും ആസിഡോ ആൽക്കലിയോ അല്ലാത്തതുമായ ദ്രാവകം ജലം. തമിഴ്നാട്ടിൽ പ്രക്ഷോഭങ്ങൾക്കിടയാക്കിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൂടംകുളം. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഒരു ജീവിയുടെ അതേ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യ ക്ലോണിംഗ്. മംഗൾയാൻ ദൗത്യം ഏത് ഗ്രഹത്തെക്കുറിച്ച് അറിയാനാണ്? ചൊവ്വ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള വാതകം നൈട്രജൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശബ്ദം ഉപയോഗിച്ച് ആന്തരികാവയവങ്ങളുടെ ചിത്രമെടുക്കുന്ന സംവിധാനം അൾട്രാസൗണ്ട് സ്കാനിംഗ്. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. സ്വയം പ്രകാശിക്കുന്ന ഒരു ഷഡ്പദം മിന്നാമിനുങ്ങ്. പ്രകാശവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ C.V. രാമൻ. നട്ടെല്ലിൽ ഏറ്റവും കൂടുതൽ എല്ലുകൾ കാണപ്പെടുന്ന ജീവി പാമ്പ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5. മഴവില്ലിൽ എത്ര വർണ്ണങ്ങളുണ്ട്? 7. നീലക്കടുവ ഒരു പൂമ്പാറ്റയാണ് എങ്കിൽ തവളക്കണ്ണൻ എന്താണ്? നെല്ല്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് തോമസ് ആൽവ എഡിസൺ. ഭൂമിയിലെ പ്രകാശത്തിൻ്റെ പ്രധാന സ്രോതസ് ഏതാണ്? സൂര്യൻ. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുകയാണ്. മറ്റൊരു വർഷമായി കൂടി ഈ വർഷം ആചരിച്ചിട്ടുണ്ട്. ഏതാണത്? അന്താരാഷ്ട്ര പ്രകാശ വർഷം. ഓസോൺ ദിനം എന്നാണ്. സെപ്റ്റംബർ 16. രോഗികളുടെ ശരീര താപനില അളക്കുന്നതിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ. ഏറ്റവും നീളം കൂടിയ പുല്ലുവർഗം മുള. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരാണ്? ചാൾസ് ബാബേജ്. ഏറ്റവും വലിയ ഫലം ചക്ക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം ഏതാണ്? പല്ലിൻ്റെ ഇനാമൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്? കാസർഗോഡ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. പ്രകൃതിയിൽ ലഭ്യമായ ഏറ്റവും വില കൂടിയ വസ്തു വജ്രം. കല്ലേൻ പൊക്കുടൻ എന്ന പ്രകൃതി സ്നേഹി ഏതിൻ്റെ സംരക്ഷകനാണ്? കണ്ടൽക്കാടുകൾ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം നിക്കോട്ടിൻ. തിമിരം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. പയർ വർഷമായി ആചരിച്ചത് 2016. പയർ വർഗത്തിൽപ്പെട്ട ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകം പ്രോട്ടീൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതക മൂലകം ഏതാണ്? നൈട്രജൻ. നീല സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ജലം. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ലോഹം മെർക്കുറി. ബഹിരാകാശ യാത്രാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 12. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. പേവിഷബാധയുടെ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ. ഏറ്റവും വലിയ കായ്ഫലം ഏതാണ്? ചക്ക. ഏറ്റവും നീളത്തിൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹം സ്വർണം. ഗലീലിയോ ഗലീലി മരിച്ച അതേ വർഷം ജനിച്ച ശാസ്ത്രജ്ഞനാരാണ്? സർ ഐസക് ന്യൂട്ടൺ. പയറിൻ്റെ പൂക്കളിൽ എത്ര ദളങ്ങൾ കാണാം? 3. അരിയുടെ തകിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി.
ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? സ്റ്റെതസ്കോപ്പ്. 2023 ഏത് വർഷമായാണ് UN ആചരിച്ചത്? ചെറുധാന്യ വർഷം അല്ലെങ്കിൽ മില്ലറ്റ് വർഷം. ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മലയാളിയായ പക്ഷി നിരീക്ഷകൻ ആരാണ്? KK നീലകണ്ഠൻ. പരിസ്ഥിതി ദുരന്തങ്ങൾ പ്രമേയമായി റേച്ചൽ കാഴ്സൺ രചിച്ച പ്രസിദ്ധമായ ഗ്രന്ഥം? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. ഏത് അവയവത്തിൻ്റെ സഹായത്തോടെയാണ് തവളകൾ ശ്വസിക്കുന്നത്? ത്വക്ക്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്തി. ISROയുടെ ആദ്യ സൗരപര്യവേഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ആദിത്യ 1. ലോക ജലദിനം? മാർച്ച് 22. ഇരവികുളം ദേശീയോദ്യാനം ഏത് ജീവിയുടെ സംരക്ഷണ സങ്കേതമായാണ് അറിയപ്പെടുന്നത്? വരയാട്. ആരുടെ ഓർമ്മയ്ക്കായാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? CV രാമൻ. കരിമ്പിൻ്റെ ഏത് സസ്യഭാഗത്താണ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത്? കാണ്ഡം. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി? ആർട്ടിക് ടേർഡ്. കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ഫിൻലൻഡ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി? ജിറാഫ്. എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടി, ഫോർ ബെനഫിറ്റ് ഓഫ് ഓൾ, ഇത് ഏത് ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ മുദ്രാവാക്യമാണ്? നാസ. കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഒരു അപൂർവ വൃക്ഷത്തിൻ്റെ പേരാണ്. ഏതാണത്? ചന്തുരുണി. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം? വ്യാഴം. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം? എലിപ്പനി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാനിക് ആസിഡ്. ചെവിയുടെ തകരാറ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓറിയോസ്കോപ്പ്. അന്തരീക്ഷത്തിൻ്റെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഹൈഗ്രോമീറ്റർ. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം? മാഗ്നീഷ്യം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം? പ്ലാറ്റിനം. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ് എങ്കിൽ എന്താണ് വൈറ്റ് ഡെത്ത്? ക്ഷയം. അൽഷിമേഴ്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? തലച്ചോറ്. ചുവന്ന രക്താണുവിൻ്റെ ആയുസ്? 120 ദിവസം. ഹരിതഗണത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം? മാഗ്നീഷ്യം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? നവംബർ 12. വൃക്കകളെക്കുറിച്ചുള്ള പഠനശാഖ? നെഫ്രോളജി. ഇറ്റ് വാസ് 5 past midnight 1984. ഇത് ആരെഴുതിയ പുസ്തകമാണ്? ഡൊമിനിക് ലാപ്പിയർ. ഡൊമിനിക് ലാപ്പിയർ എഴുതിയ ഇറ്റ് വാസ് 5 past midnight 1984 എന്നത് ഏത് സംഭവത്തെ വിവരിക്കുന്ന പുസ്തകമാണ്? ഭോപ്പാൽ ദുരന്തം. ലോഹങ്ങളുടെ രാജാവ്? സ്വർണം. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം? കരൾ. ഒരു കുരുവിയുടെ പതനം ഇത് ആരുടെ കൃതിയാണ്? ഡോക്ടർ സലീം അലി. ആവിയന്ത്രം കണ്ടുപിടിച്ചതാര്? ജെയിംസ് വാട്ട്. പറക്കുന്ന സസ്തനി? വവ്വാൽ. നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി? പെൻഗ്വിൻ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി? ഏലം. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? ഗോയിറ്റർ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു? ഹീമോഗ്ലോബിൻ. ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. ജലദോഷം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവി? വൈറസ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതാര്? തോമസ് ആൽവ എഡിസൺ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ? പ്രകാശ സംശ്ലേഷണം. എന്തിൻ്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കർ ഉണ്ടാകുന്നത്? പ്രോട്ടീൻ. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം? ബീജമൂലം. അസ്ഥികൾ കലം കുറഞ്ഞു വളയുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞ ജൈവ കൃഷി ഗവേഷകൻ? ഫുക്കുവോക്ക. ഷേവിംഗ് മിറർ ഏത് തരം ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണം. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഏതാണ്? ഇനാമൽ. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദോലനം. കേരളത്തിലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കാസർഗോഡ്. മലമ്പനിക്ക് കാരണമായ രോഗാണു? പ്ലാസ്മോഡിയ. ജീവകോശത്തെ പറ്റിയുള്ള പഠനം? സൈറ്റോളജി. ആകാശഗംഗയുടെ ആകൃതി? സർപ്പിളാകൃതി. തെങ്ങിൻ്റെ ജന്മനാട്? മലേഷ്യ. പിസികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീൻ വളർത്തൽ. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്? സൈലന്റ് വാലി. ഏറ്റവും വലിയ പുഷ്പം? റഫ്ലീഷ്യ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? തുടയെല്ല്. ചായയിലെ വിഷവസ്തു? ടാനിൻ. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കപ്പെട്ടത് എവിടെയാണ്? മാർഷൽ ദ്വീപ്.
ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ള ഗ്രഹം? ബുധൻ. ചുവപ്പ്, മഞ്ഞ, നീല, പച്ച ഇവയിൽ പ്രാഥമിക വർണ്ണത്തിൽ പെടാത്തതേത്? മഞ്ഞ. കല്ല് തിന്നുന്ന പക്ഷി? ഒട്ടകപ്പക്ഷി. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം? മെർക്കുറി. പ്ലാസ്റ്റിക് ആയ പോളിത്തീൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം? എഥിലീൻ. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി അന്തർദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത് എന്താണ്? റെഡ് റിബൺ. അപ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കൂ. എല്ലാവർക്കും വിജയാശംസകൾ.